അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ യൂണിറ്റ്സിനെ കുറിച്ച് പറഞ്ഞില്ലേ. യൂണിറ്റുകളെ നമുക്ക് രണ്ടായിട്ട് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. നമ്മള് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തതുപോലെ യൂണിറ്റുകളെയും നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ, എന്തൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ നമ്മള് ക്വാണ്ടിറ്റികളെ ക്ലാസിഫൈ ചെയ്തതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ യൂണിറ്റുകൾ രണ്ടുണ്ട്. യൂണിറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നേരത്തെ അതേ പേര് തന്നെയാണ് കേട്ടോ. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്നും അതുപോലെ ഡെറൈവ്ഡ് യൂണിറ്റ്സ് എന്നും. ഓക്കെ, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ഡെറൈവ്ഡ് യൂണിറ്റ്സ്. ക്വാണ്ടിറ്റികളെയും നമ്മൾ അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത് അല്ലെ. ക്വാണ്ടിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതുപോലെ യൂണിറ്റുകളും രണ്ടു തരത്തിലുണ്ട്, ഫണ്ടമെന്റൽ യൂണിറ്റ്സും അതുപോലെ എന്താണ് ഡെറൈവ്ഡ് യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഏതൊക്കെയായിരുന്നു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾക്ക് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്? ലെങ്ത്, ശരിയല്ലേ. അപ്പൊ ലെങ്തിന്റെ യൂണിറ്റ് എന്താണോ, ലെങ്തിന്റെ യൂണിറ്റ് എന്താണ്? ഒരുപാട് യൂണിറ്റുകളുണ്ട്. അതിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? മീറ്റർ, ശരിയാണ്. അപ്പൊ മീറ്റർ ഈസ് എ ഫണ്ടമെന്റൽ യൂണിറ്റ്. അതുപോലെ മാസിന് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം. സോ കിലോഗ്രാം ഈസ് എ ഫണ്ടമെന്റൽ യൂണിറ്റ്. അതുപോലെ ടൈമിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ, ഏത് യൂണിറ്റ്? സെക്കൻഡ്. എസ് ഉപയോഗിച്ചാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എസ് ഈസ് അനദർ ഫണ്ടമെന്റൽ യൂണിറ്റ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഫണ്ടമെന്റൽ യൂണിറ്റുകളാണ്, എക്സെട്ര. ഓക്കെ, സോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്. ഫോർ എക്സാമ്പിൾ, മീറ്റർ is the unit of length, so meter is a fundamental unit. Kilogram is the unit of mass, so kilogram is another fundamental unit. Second is the unit of time, so second is another fundamental unit. Okay, ഇനി എന്തായിരിക്കും അപ്പോൾ ഡെറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് വെച്ചാൽ? ഡെറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫണ്ടമെന്റൽ യൂണിറ്റ് ഉപയോഗിച്ച് ഡെറൈവ് ചെയ്യുന്ന യൂണിറ്റ്. ദ യൂണിറ്റ്സ് ഡെറൈവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ് ഉപയോഗിച്ച് ഡെറൈവ് ചെയ്യുന്ന യൂണിറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡെറൈവ്ഡ് യൂണിറ്റ് എന്ന് വിളിക്കുക. ഉദാഹരണത്തിന് നമ്മൾ അവിടെ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ? ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി എക്സാമ്പിൾ, ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ എന്താ പറഞ്ഞത്? സ്പീഡാ പറഞ്ഞത് അല്ലെ. സ്പീഡ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ, ശരിയല്ലേ. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പൊ എന്താണ് സ്പീഡിന്റെ യൂണിറ്റ്? മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് ഓഫ് സ്പീഡ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റിയുടെ യൂണിറ്റും, അതായത് പ്രവേഗത്തിന്റെ യൂണിറ്റും ഇത് തന്നെയാണ്, മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന സ്പീഡിന്റെ യൂണിറ്റ് എന്ത് യൂണിറ്റ് ആണോ? ഒരു ഡെറൈവ്ഡ് യൂണിറ്റ് ആണ്, ശരിയല്ലേ. അപ്പൊ ഡെറൈവ്ഡ് യൂണിറ്റിന് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഡെറൈവ്ഡ് യൂണിറ്റിന് എക്സാമ്പിൾ മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് ഈസ് എ ഡെറൈവ്ഡ് യൂണിറ്റ്. മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ആരുടെ യൂണിറ്റ് ആണ്? അത് സ്പീഡിന്റെ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ്, ശരി. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ഒരു ഡെറൈവ്ഡ് യൂണിറ്റ് ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മീറ്റർ എന്ന് പറയുന്ന ഫണ്ടമെന്റൽ യൂണിറ്റും സെക്കൻഡ് എന്ന് പറയുന്ന മറ്റൊരു ഫണ്ടമെന്റൽ യൂണിറ്റ് ഉപയോഗിച്ച് നമ്മൾ ഡെറൈവ് ചെയ്ത യൂണിറ്റ് ആണ് ഏത്? മീറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് റൈസ് ടു -1, മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് എന്നൊക്കെ നമ്മൾ പറയാം. സോ മീറ്റർ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്, സെക്കൻഡ് ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. പക്ഷെ മീറ്റർ പെർ സെക്കൻഡ് ഒരുമിച്ച്, മീറ്റർ പെർ സെക്കൻഡ് ഒരു ഡെറൈവ്ഡ് യൂണിറ്റ് ആണ് അല്ലെ. അതുപോലെ ഡെൻസിറ്റിയുടെ യൂണിറ്റ് ഞാൻ കഴിഞ്ഞ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ മറ്റൊരു ക്വാണ്ടിറ്റി ആയിരുന്നു ഏത്? ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. വാട്ടറിന്റെ ഡെൻസിറ്റി, വാട്ടറിന്റെ സാന്ദ്രത എത്രയാണ്? 1000 ആണ്, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അപ്പൊ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്, ശരിയല്ലേ. ഈ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് ഒരു ഡെറൈവ്ഡ് യൂണിറ്റ് ആണ്.
കിലോഗ്രാം ഫണ്ടമെന്റൽ ആണ്, മീറ്റർ ഫണ്ടമെന്റൽ ആണ്. പക്ഷെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഒരു ഡെറൈവ്ഡ് യൂണിറ്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ യൂണിറ്റുകളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫണ്ടമെന്റൽ യൂണിറ്റുകൾ എന്നും അതുപോലെ ഡെറൈവ്ഡ് യൂണിറ്റുകൾ എന്നും. ക്ലിയർ? മെസ്സേജ് കണ്ടില്ല. ക്ലിയർ? ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഡെഫിനിഷൻ പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ എന്താ? ദി ക്വാണ്ടിറ്റീസ് which are derived from fundamental quantities. Quantities which are derived from fundamental quantities. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡെറൈവ് ചെയ്ത് വരുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് ഡെറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ്. ഓക്കെ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് യൂണിറ്റ്സ്. ഇനി നമ്മൾ നോക്കുന്നത് ചില യൂണിറ്റ് സിസ്റ്റങ്ങളെ കുറിച്ചാണ്. യൂണിറ്റ് സിസ്റ്റംസ്. യൂണിറ്റ് സിസ്റ്റംസ്. ഓക്കെ, യൂണിറ്റ് സിസ്റ്റങ്ങളിൽ ആദ്യത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ദി CGS system. CGS system. ഇതൊരു ഫ്രഞ്ച് സിസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൽ ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റമാണ്. ഫ്രാൻസുകാർ ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റമാണ് CGS സിസ്റ്റം. ഈ സിസ്റ്റം അനുസരിച്ച് നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള മാസിന്റെ യൂണിറ്റ്, ലെങ്തിന്റെ യൂണിറ്റ്, ലെങ്ത് മുതൽ തുടങ്ങാം. ലെങ്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആണ്. അതുപോലെ മാസിന്റെ യൂണിറ്റ് ഗ്രാമാണ്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ഓക്കെ, ലെങ്ത്, മാസ്, ടൈം, ഇത് മൂന്നും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. സോ ഈ മൂന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് ആയിട്ട് അവരെടുത്തിരിക്കുന്നത് സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. ഈ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണത് CGS സിസ്റ്റം. C for സെന്റിമീറ്റർ, G for ഗ്രാം ആൻഡ് S for സെക്കൻഡ്. അപ്പൊ ഓർക്കാൻ എളുപ്പമാണ്. സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. അതാണ് CGS സിസ്റ്റം. ഡെവലപ്പ് ചെയ്ത് എവിടെയാണ്? ഫ്രാൻസ്. ഓക്കെ, സോ ഫ്രഞ്ച് സിസ്റ്റമാണ് CGS സിസ്റ്റം. രണ്ടാമത്തെ സിസ്റ്റം ദി FPS സിസ്റ്റം. ഓക്കെ, ഇതൊരു ബ്രിട്ടീഷ് സിസ്റ്റമാണ്. ബ്രിട്ടനിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ബ്രിട്ടീഷ് സിസ്റ്റം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും FPS? CGS-ൽ എന്തായിരുന്നു? C ലെങ്തിന്റെ യൂണിറ്റ്, സെന്റിമീറ്റർ. അപ്പൊ FPS-ൽ F എന്തായിരിക്കും? ലെങ്തിന്റെ യൂണിറ്റ് ആയിരിക്കും. ലെങ്തിന് F വരുന്നൊരു യൂണിറ്റ് അറിയും. ലെങ്തിന് F വരുന്നൊരു യൂണിറ്റ്, ലെങ്തിന് F ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വരുന്നൊരു യൂണിറ്റ് അറിയും. നമ്മൾ സാധാരണയൊക്കെ ഉപയോഗിക്കുന്നതാണ്, നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. തടിയുടെ നീളമൊക്കെ പറയാനായിട്ടും ആൾക്കാരുടെ ഹൈറ്റ് ഒക്കെ പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ടല്ലോ, F വരുന്നേ. കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ അത് വ്യാപകമാണ്. നമ്മൾ കുറെ നാള് ബ്രിട്ടീഷുകാരുടെ റൂളിങ്ങിലായതുകൊണ്ട് അവരുടെ യൂണിറ്റ് നമ്മളൊക്കെ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. അപ്പൊ പറയൂ, FPS. കുറെ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഫൂട്ട്, അടി. ശരിയല്ലേ? സോ FPS സിസ്റ്റം അനുസരിച്ച് ലെങ്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫീറ്റ് ആണ്, അല്ലെങ്കിൽ ഫൂട്ടാണ്. ഫൂട്ട്, അടി. മാസ് P വരുന്നത് പൗണ്ട്. അടുത്ത ടൈമിന്റെ എന്താണോ? സെക്കൻഡ്. യെസ്,
ടൈമിന്റെ എപ്പോഴും സെക്കൻഡ് തന്നെയാണ്. സോ FPS സിസ്റ്റം അനുസരിച്ച് F is the unit of leg, that is foot. P for pound and S for second. Okay. അപ്പൊ ഈ രണ്ട് സിസ്റ്റം മനസ്സിലാവുമല്ലോ. The CGS system and the FPS system. രാജ്യങ്ങളും കൂടെ ഓർത്തോണ്ടേ, ഫ്രാൻസും ബ്രിട്ടനും. ഇനി നമ്മള് മൂന്നാമതൊരു സിസ്റ്റം, മൂന്നാമത്തെ സിസ്റ്റം, ദി MKS സിസ്റ്റം. ഇതും ഫ്രാൻസിലാണ്. ലെങ്ത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് മീറ്റർ. ഓക്കെ. മാസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് കിലോഗ്രാം. ടൈം മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ് സെക്കൻഡ്. ഓർക്കാൻ എളുപ്പം. ഓക്കെ. MKS എന്ന് പറഞ്ഞാൽ മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. മീറ്റർ കിലോഗ്രാം സെക്കൻഡ്, ദാറ്റ് ഈസ് MKS സിസ്റ്റം. അഗൈൻ ഫ്രാൻസ്. അപ്പൊ 3 സിസ്റ്റങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെയായിരുന്നു ആ 3 സിസ്റ്റങ്ങൾ? CGS സിസ്റ്റം, FPS സിസ്റ്റം ആൻഡ് MKS സിസ്റ്റം. ഇങ്ങനെ വ്യത്യസ്ത സിസ്റ്റങ്ങൾ നമ്മൾ ഈ ഫോളോ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താ? ഇപ്പോ ബ്രിട്ടനിലുള്ള ഒരാള് ഫ്രാൻസിൽ വന്നു കഴിഞ്ഞാൽ ബ്രിട്ടനിലെ ലെങ്ത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫൂട്ടാണ്, അടി, അല്ലെ? പക്ഷേ അയാള് ഫ്രാൻസിൽ വരുന്ന സമയത്ത് ഫ്രാൻസിൽ ലെങ്ത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ മീറ്റർ MKS അനുസരിച്ച്, CGS അനുസരിച്ച് സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതൊരു പ്രോബ്ലമാണ്. ഓരോ സ്ഥലത്തും ഓരോ യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്, കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രശ്നമാണ്. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 1960 ഫ്രാൻസിൽ വെച്ച് നടന്ന ജനറൽ കോൺഫറൻസ് ഓൺ മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജനറൽ കോൺഫറൻസിൽ ഫ്രാൻസിൽ വെച്ച് നടന്നതാണ്. 1960 ഫ്രാൻസിൽ വെച്ച് നടന്ന ഒരു കോൺഫറൻസിൽ അവരൊരു യൂണിവേഴ്സൽ സിസ്റ്റം, അതായത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നു. ആ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് നമുക്ക് അടുത്ത് 4ാമത് പഠിക്കാനുള്ളത്. ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേരെന്താണ്? പലർക്കും അറിയാമായിരിക്കും. ദാറ്റ് സിസ്റ്റം ഈസ് കോൾഡ് സിസ്റ്റം ഇന്റർനാഷണൽ അഥവാ SI എന്നാ പറയും. സിസ്റ്റം ഇന്റർനാഷണൽ അഥവാ SI. അപ്പൊ നാലാമത്തെ സിസ്റ്റമായിട്ട് നമ്മൾ പറയുന്നത് ദി SI യൂണിറ്റ്സ്, സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ്സ്. ഓക്കെ. അപ്പൊ ഈ സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്ന യൂണിറ്റ്. നമ്മളൊന്നല്ല, ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അത് SI യൂണിറ്റ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ നീളം അളക്കാനായിട്ട് പല പല യൂണിറ്റുകളുണ്ട്, അല്ലെ? നമ്മൾ അടി പറയും, നമ്മൾ കാതം പറയും, അല്ലെ? കിലോമീറ്റർ പറയും, മൈല് പറയും, അല്ലെ? അങ്ങനെ പല പല യൂണിറ്റുകളിൽ നമ്മൾ ദൂരം പറയാറുണ്ട്. സോ ഇതൊക്കെ പറയുമെങ്കിലും നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നു, അല്ലെ? ഒരു സയന്റിഫിക് പർപ്പസിൽ പറയുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് SI യൂണിറ്റ് ആണ്, അതായത് മീറ്റർ ആണ്. ലെങ്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? മീറ്റർ ആണ്. ഓക്കെ. അപ്പൊ അതുപോലെയാണ് എല്ലാ രാജ്യവും. സോ ഈ യൂണിറ്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകത ഇത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സിസ്റ്റമാണ്. അപ്പൊ ഈ പറഞ്ഞ 3 നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇതാണ്. ശരിയാണ്. മൊത്തം ഇതും കൂടെ ചേർത്ത് നമ്മൾ 4 യൂണിറ്റ് സിസ്റ്റങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് 4ാമത്തെ സിസ്റ്റമാണ് SI യൂണിറ്റ്സ്. അപ്പൊ നമുക്ക് SI യൂണിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് SI യൂണിറ്റ്സ് എന്ന് നോക്കാം. SI യൂണിറ്റിനകത്ത് മൊത്തം 9 യൂണിറ്റ്സ് ആണുള്ളത്. അതില് 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും അതുപോലെ 2 സപ്ലിമെന്ററി യൂണിറ്റ്സുമാണ്. ഇങ്ങനെ ടോട്ടൽ 9. ഓക്കെ. 7 SIയുടെ ഫുൾ ഫോം ആരോ ചോദിച്ചു. സിസ്റ്റം ഇന്റർനാഷണൽ എന്നാണ് കേട്ടോ. സിസ്റ്റം ഇന്റർനാഷണൽ എന്നാണ്. SI എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ്സ് എന്നാണ്. ഓക്കെ. സോ ഈ സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ്സിൽ അല്ലെങ്കിൽ SI യൂണിറ്റ്സിനകത്ത് എത്ര യൂണിറ്റുകളാണുള്ളത്? 9 യൂണിറ്റുകൾ. എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ 7 ഫണ്ടമെന്റൽ യൂണിറ്റുകളും 2 സപ്ലിമെന്ററി യൂണിറ്റുകളും ചേർന്നാണ്. 7 ഫണ്ടമെന്റൽ യൂണിറ്റും 2 സപ്ലിമെന്ററി യൂണിറ്റും ചേർന്ന് മൊത്തം 9 യൂണിറ്റുകളാണ് SI യൂണിറ്റ്സിനകത്തുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് ആ 7 ഫണ്ടമെന്റൽ യൂണിറ്റ് നോക്കാം. അതിനുശേഷം 2 സപ്ലിമെന്ററി യൂണിറ്റുകൾ നോക്കാം. ഓക്കെ. ആദ്യം 7 ഫണ്ടമെന്റൽ യൂണിറ്റുകൾ ഏതൊക്കെയാന്ന് നോക്കാം.
മാസ്, മാസിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. ഓക്കെ, അതിന്റെ സിമ്പൽ എന്താണ്? എം. ഇനി ലെങ്ത്, ലെങ്ത് സോറി അത് ലെങ്ത് ആണ് വരിക, ലെങ്ത്. അതിനുശേഷം നമുക്ക് മാസ് പറയാം. മാസ്, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, അതിന്റെ സിമ്പൽ എന്താണ്? kg. അടുത്തത് ടൈം, സെക്കൻഡ് ആണ്, അതിന്റെ സിമ്പൽ എന്താണ്? എസ്. ദെൻ ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്, സിമ്പല് ക്യാപിറ്റൽ ലെറ്റർ കെ. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് കഴിഞ്ഞില്ല, 7 എണ്ണം ഉണ്ട്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ചില ക്വാണ്ടിറ്റികൾക്ക്, ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്ക് സയന്റിസ്റ്റുകളുടെ പേര് യൂണിറ്റ് ആയിട്ട് കൊടുക്കും. അങ്ങനെ സയന്റിസ്റ്റുകളുടെ പേര് യൂണിറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ആ യൂണിറ്റ് എങ്ങനെയാണ് എഴുതുന്നത്? ഉദാഹരണത്തിന് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിനാണ്. കെൽവിൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. അപ്പൊ കെൽവിൻ എന്ന് എഴുതുമ്പോൾ യൂണിറ്റ് ആണ് നമ്മൾ കെൽവിൻ എന്ന് എഴുതുന്നതെങ്കിൽ പേര് ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ ആയിരിക്കും. അയാൾക്ക് ബഹുമാനം കൊടുക്കണ്ട. ഈ കെൽവിൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരാളിന്റെ പേരല്ല, അതൊരു യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്മോൾ ലെറ്റർ കെ യൂസ് ചെയ്യണം. അപ്പൊ സയന്റിസ്റ്റിന്റെ പേരാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ കെൽവിൻ എന്ന് എഴുതുമ്പോൾ ക്യാപിറ്റൽ കെ കൊടുക്കും, റെസ്പെക്ട്. പക്ഷെ ഇത് യൂണിറ്റ് ആണ്. കെൽവിൻ എന്ന് പറയുന്നത് ആളല്ല, യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, കെൽവിൻ എന്നുള്ളത് യൂണിറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്മോൾ ലെറ്റർ കെ ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ അതേസമയം അതിന്റെ സിമ്പല് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. സിമ്പൽ എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ. ഉദാഹരണത്തിന് ഫോഴ്സിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ശരിയാണ്. ഫോഴ്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ്. അപ്പൊ ന്യൂട്ടൺ എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? അത് എങ്ങനെയാണ്? ന്യൂട്ടൺ എന്ന് പറയുന്ന യൂണിറ്റ് എഴുതുന്നത് ഇങ്ങനെയാ, NEWTON. ന്യൂട്ടൺ എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം അത് യൂണിറ്റ് എന്നാണ്. അതിന്റെ സിമ്പൽ എന്താണോ? ക്യാപിറ്റൽ N. അപ്പൊ ന്യൂട്ടൺ എന്ന് ഫുൾ ആയിട്ട് എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ എന്നിൽ സ്റ്റാർട്ട് ചെയ്യണം. സിമ്പൽ എഴുതുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ. 10 ന്യൂട്ടൺ ഫോഴ്സ് എന്ന് ഇങ്ങനെയാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ. 2 രീതിയിൽ എഴുതാം. ഇതിന്റെ അർത്ഥം 10 ന്യൂട്ടൺ ഫോഴ്സ് എന്നാണ്. ഇതിന്റെ അർത്ഥവും 10 ന്യൂട്ടൺ ഫോഴ്സ് എന്നാണ്. അതേസമയം ഇങ്ങനെ എഴുതിയാലോ, 10 ന്യൂട്ടൺ എന്ന് എഴുതിയാൽ, ഇങ്ങനെ എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താ? 10 ന്യൂട്ടന്മാർ എന്നാണ്. ന്യൂട്ടൺ എന്ന് പേരുള്ള 10 പേര്, 10 ന്യൂട്ടന്മാർ എന്നാണ്. സോ ഇത് 10 ന്യൂട്ടൺ ഫോഴ്സ്, ഇത് 10 ന്യൂട്ടൺ ഫോഴ്സ്, ഇത് 10 ന്യൂട്ടന്മാർ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ശരിയാണ്, ഇതെന്താണ്? തെറ്റാണ്. അതുപോലെ ജൂൾ, നമ്മുടെ എനർജി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ജൂൾ. അതൊരു സയന്റിസ്റ്റിന്റെ പേരാണ്. അപ്പൊ 10 ജൂൾ എന്ന് എഴുതാം, 10 ജൂൾ എന്ന് എഴുതാം. ശരിയാണ്. ഒരിക്കലും ഇങ്ങനെ എഴുതരുത്, 10 ജൂൾ എന്ന് എഴുതരുത്. ഇങ്ങനെ എഴുതിയാൽ തെറ്റാണ്. ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റാണ്. ഓക്കെ, അപ്പൊ ഇത് ഓർത്തോണം കേട്ടോ. അടുത്ത നമ്മുടെ ക്വാണ്ടിറ്റി ഇലക്ട്രിക് കറണ്ട് ആണ്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആംബെയർ ആണ് കേട്ടോ. ആംബെയർ, അതും ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. അപ്പൊ അതുകൊണ്ട് സ്മോൾ ലെറ്റർ എ, സിമ്പൽ ഇടുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എ, ആംബെയർ. അടുത്തത് ലൂമിനസ് ഇന്റൻസിറ്റി. പ്രകാശത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ലൂമിനസ് ഇന്റൻസിറ്റി. അത് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ക്യാൻഡലയാണ് കേട്ടോ. ക്യാൻഡല, CANDEL, ക്യാൻഡല. അതിന്റെ സിമ്പല് CD, സ്മോൾ ലെറ്റർ C, സ്മോൾ ലെറ്റർ D, ക്യാൻഡല. അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അത് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണോ? മോൾ, MOLE, സിമ്പല് MOL. ഓക്കെ, മോൾ. സോ ഇത് 7 എണ്ണമാണ് നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. SI സിസ്റ്റത്തിലെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് ഞാൻ എഴുതിയത്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ SIയിലെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഏതൊക്കെയാണ്? ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ, സിമ്പൽ M. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, സിമ്പൽ kg. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്, സിമ്പൽ S.
ടെമ്പറേച്ചർ കെൽവിൻ, സിമ്പൽ ക്യാപിറ്റൽ ലെറ്റർ K. ഇലക്ട്രിക് കറണ്ട് ആംപിയർ, സിമ്പൽ ക്യാപിറ്റൽ ലെറ്റർ A. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡല CD, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ MOL. 1 2 3 4 5 6 7. ഇതായിരുന്നു. ഇനിയുള്ളത് നമ്മുടെ സപ്ലിമെന്ററി യൂണിറ്റ്സ് ആണ്. സപ്ലിമെന്ററി യൂണിറ്റ്സ്. സപ്ലിമെന്ററി യൂണിറ്റ്സ് രണ്ടെണ്ണം. ഒന്ന് പ്ലെയിൻ ആംഗിൾ ആണ്. പ്ലെയിൻ ആംഗിൾ, നമ്മുടെ ആംഗിൾ ഉണ്ടല്ലോ, ഇപ്പൊ ട്രയാംഗിളിന്റെ ഒക്കെ ആംഗിൾ നമ്മൾ മെഷർ ചെയ്ത് 90 ഡിഗ്രി, അതുപോലെ 60 ഡിഗ്രി, ഈ ആംഗിൾ ഉണ്ടല്ലോ. ഈ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രിയിലാണ് മെഷർ ചെയ്യുന്നതെങ്കിലും ഡിഗ്രി എന്ന് പറയുന്നത് ആംഗിളിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ല. SI യൂണിറ്റ്, ആംഗിളിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. റേഡിയൻ, അതിന്റെ സിമ്പൽ RAD എന്നാണ്. റേഡിയൻ, RAD. പ്ലെയിൻ ആംഗിൾ പോലെയുള്ള വേറൊരു ആംഗിൾ ഉണ്ട്. ആംഗിളിനെ വിളിക്കുന്ന പേര് സോളിഡ് ആംഗിൾ എന്നാണ്. സോളിഡ് ആംഗിൾ. അടുത്ത ദിവസം ഈ പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എന്താണെന്നുള്ളത് വിശദമായിട്ട് ഞാൻ പറയും അടുത്ത ക്ലാസ്സിൽ. ഇന്ന് നമുക്ക് സമയമില്ല, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മളത് വിശദമായിട്ട് പറയും. ഇപ്പൊ തൽക്കാലം അറിഞ്ഞിരുന്നാൽ മതി. 2 ആംഗിളുകളുണ്ട്, പ്ലെയിൻ ആംഗിളും അതുപോലെ സോളിഡ് ആംഗിളും. ഈ പ്ലെയിൻ ആംഗിൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ഇങ്ങനെ ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ ശരിയാണ്. ഇപ്പൊ ഇത് 60 ഡിഗ്രി ആണെന്ന് വെച്ചോ, 60 ഡിഗ്രി. ഈ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പ്ലെയിൻ ആംഗിൾ. പക്ഷെ സോളിഡ് ആംഗിൾ നിങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല, പലരും കേൾക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ അടുത്ത ദിവസം ഞാൻ വിശദമായിട്ട് എന്താണ് ഈ സോളിഡ് ആംഗിൾ എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് പ്ലെയിൻ ആംഗിൾ. ഇത് നമ്മൾ ഡിഗ്രിയിലാണ് പറയുന്നതെങ്കിലും SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയൻ ആണ്. അപ്പൊ ഡിഗ്രി തന്നിരിക്കുന്ന നമ്മൾ റേഡിയനിലോട്ട് മാറ്റണം. അതെങ്ങനെയാന്നുള്ളത് നമ്മൾ ഇനി പഠിക്കും. ഓക്കെ, സോളിഡ് ആംഗിൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് സ്റ്റെറേഡിയൻ ആണ്. സ്റ്റെറേഡിയൻ, അതിന്റെ സിമ്പൽ എന്ന് പറയുന്നത് എന്താണ്? SR. സ്റ്റെറേഡിയൻ, SR. ഓക്കെ, അപ്പോ 7 ഫണ്ടമെന്റൽ യൂണിറ്റും 2 സപ്ലിമെന്ററി യൂണിറ്റും. ഓക്കെ ആണോ? 7 ഫണ്ടമെന്റൽ യൂണിറ്റും 2 സപ്ലിമെന്ററി യൂണിറ്റും. സപ്ലിമെന്ററി യൂണിറ്റ് 2 ആംഗിളുകളാണ്. അതൊക്കെയാണ് പ്ലെയിൻ ആംഗിളും അതുപോലെ എന്താ സോളിഡ് ആംഗിളും. ഇതാണ് നമ്മുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ SI യൂണിറ്റ് സ്ഥിരമായ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ SI യൂണിറ്റ്സ് എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ? SI യൂണിറ്റ്സ് കൺസിസ്റ്റ് ഓഫ് ടോട്ടൽ 9 യൂണിറ്റ്സ്, 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് 2 സപ്ലിമെന്ററി യൂണിറ്റ്സ്. ഓക്കെ, അപ്പോ യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നതിൽ ഇത്രയാണുള്ളത്. ആദ്യത്തെ സിസ്റ്റം നമ്മൾ പറഞ്ഞു CGS, രണ്ടാമത്തെ എന്തായിരുന്നു FPS, മൂന്നാമത്തെ എന്തായിരുന്നു MKS, നാലാമതും അവസാനവുമായിട്ട് പറഞ്ഞത് എന്താണ്? SI യൂണിറ്റ്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് പറയേണ്ടത് എന്താണ് സോളിഡ് ആംഗിൾ, എങ്ങനെയാണ് നമ്മൾ സോളിഡ് ആംഗിൾ ഡിഫൈൻ ചെയ്യുന്നത്, പ്ലെയിൻ ആംഗിൾ ഡിഫൈൻ ചെയ്യുന്നത്. ഈ SI യൂണിറ്റ്സിന് മറ്റു യൂണിറ്റ്സുകളുമായിട്ട്, മറ്റു സിസ്റ്റങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ് ഓഫ് SI യൂണിറ്റ് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. SI സിസ്റ്റത്തിന് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ഒന്ന് ഞാൻ പറഞ്ഞു, ആദ്യമേ പറഞ്ഞു. എന്തായിരുന്നു? ഇറ്റ് ഈസ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ്. മറ്റു സിസ്റ്റങ്ങൾ പോലെയല്ല. അപ്പൊ CGS-ഉം FPS-ഉം MKS-ഉം എന്നൊക്കെ പോലെയല്ല. SI സിസ്റ്റത്തിന്റെ പ്രത്യേകത ഇത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതുപോലെ ബാക്കി 3 പോയിന്റുകൾ കൂടി പറയാനുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താന്ന് പറഞ്ഞു. വാട്ട് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. നേരിട്ടോ അല്ലാതെയോ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നും ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നും. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ മറ്റു ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്വാണ്ടിറ്റി. ഫോർ എക്സാമ്പിൾ മാസ്, ലെങ്ത്, ടൈം ഒക്കെ. ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് ഡെറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റികളാണ് നമ്മൾ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയാം. സ്പീഡ്, വെലോസിറ്റി, ഡെൻസിറ്റി, ആക്സലറേഷൻ ഒക്കെയാണ്, ഫോഴ്സ് ഒക്കെ. ഇനി യൂണിറ്റ് എന്താന്ന് പറഞ്ഞു. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടുന്ന സ്റ്റാൻഡേർഡ് മെഷറിനെ വിളിക്കുന്ന പേരാണത് യൂണിറ്റ്. ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ ആ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന യൂണിറ്റ് കാണും. അതിന് നമ്മൾ U എന്ന് പറയുന്ന ലെറ്ററോട് സൂചിപ്പിക്കുന്നു. ആ യൂണിറ്റ് എത്ര തവണ വരും എന്ന് സൂചിപ്പിക്കുന്ന ഒരു നമ്പർ കാണും. അപ്പൊ ക്വാണ്ടിറ്റി Qനെ നമുക്ക് NU എന്ന് എഴുതാം. ഒരേ ക്വാണ്ടിറ്റി തന്നെ നമുക്ക് വ്യത്യസ്ത യൂണിറ്റിൽ മെഷർ ചെയ്യാം. അപ്പൊ നമുക്ക് വ്യത്യസ്ത നമ്പറുകൾ എന്ത് ചെയ്യും കിട്ടും. ഓക്കെ, ഇനി നമ്മൾ യൂണിറ്റുകളെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഫണ്ടമെന്റൽ യൂണിറ്റ് എന്നും ഡെറൈവ്ഡ് യൂണിറ്റ് എന്നും. പിന്നെ യൂണിറ്റ് സിസ്റ്റങ്ങൾ പറഞ്ഞു. ഓക്കെ, ഫണ്ടമെന്റൽ യൂണിറ്റിൽ ഫോഴ്സിന്റെ യൂണിറ്റ് ഇല്ലേ? ഫണ്ടമെന്റൽ യൂണിറ്റിൽ ഫോഴ്സിന്റെ യൂണിറ്റ് ഇല്ല. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ല.
ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെയാണ്. ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർമ്മയുണ്ടോ? F is equal to ma, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് അല്ലെ. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഈ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് പകരമാണ് നമ്മൾ ന്യൂട്ടൺ എന്ന് കൊടുക്കുന്നത്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഫോഴ്സിന്റെ ഇക്വേഷൻ എം എ ആണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് ഒരുമിച്ച് നമ്മൾ കൊടുക്കുന്ന പേരാണെന്ത്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാടുണ്ട്. ജൂളും അതുപോലെയാണ്. ജൂൾ ഇതുപോലെ വരുന്ന ഒരു ഇക്വേഷൻ കേട്ടോ. അത് നമ്മൾ ഇനി പഠിക്കും. ഓക്കെ, ബാക്കിയെല്ലാം ക്ലിയർ ആണോ? ക്ലിയർ? വേറെ ഡൗട്ട് വല്ലതും ഉണ്ടോ? വീഡിയോ കണ്ടിട്ട് ഇനി ഡൗട്ട് തോന്നുമ്പോൾ അടുത്ത ദിവസം പറഞ്ഞാലും മതി കേട്ടോ.